ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പം നമ്മൾ നമ്മുടെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി മാസത്തിലെ 15th എഡീഷനാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് 68ാമത്തെ ഗ്രാമി പുരസ്കാരങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ടിബറ്റിൻ്റെ ആത്മീയാചാര്യൻ ദലൈലാമയ്ക്കും വിഖ്യാത ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗിനും 68ാം ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ മെഡിറ്റേഷൻസ് ഓഫ് റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദലൈലാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ നറേഷൻ, ഒരു ഓഡിയോ ബുക്കിൻ്റെ വിവരണത്തിനാണ് ലാമയ്ക്ക് ഗ്രാമി ലഭിച്ചിട്ടുള്ളത്. ഏതിനാണ്? മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദലൈലാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ബുക്കിൻ്റെ വിവരണത്തിനാണ് ദലൈലാമയ്ക്ക് 68ാം ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. മ്യൂസിക് ഫോർ ജോൺസ് വില്യംസ് എന്ന ചിത്രത്തിലൂടെയാണ് സ്റ്റീവൻ സ്പിൽബർഗിന് ഗ്രാമി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സ്പിൽബർഗിന് ലഭിച്ചത് ഏത് ചിത്രത്തിലൂടെയാണ്? മ്യൂസിക് ഫോർ ജോൺ വില്യംസ് എന്ന ചിത്രത്തിലൂടെയാണ് സ്റ്റീവൻ സ്പിൽബർഗിന് ഗ്രാമി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ദലൈലാമയ്ക്കും സ്റ്റീവൻ സ്പിൽബർഗിനുമാണ് 68ാം ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി അവാർഡുകളുടെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. ആൽബം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡെബി തിരാർ മാസ് ആണ് കേട്ടോ. ഫോട്ടോസ്, ഡെബി തിരാർ മാസ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാഡ് ബണ്ണിയുടെയാണ് കേട്ടോ. റെക്കോർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ലൂതർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോങ് ഓഫ് ദി ഇയർ ആയിട്ട് വൈൽഡ് ഫ്ലവർ, ബില്ലി ഐലിഷിൻ്റെ വൈൽഡ് ഫ്ലവർ ആണ് സോങ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സോളോ പെർഫോമൻസ് ലോല യങ് ആണ് കിട്ടിയിരിക്കുന്നത്. മികച്ച വോക്കൽ ആൽബം ആണെങ്കിൽ ലേഡി ഗാഗയുടെ മേഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോക്കൽ ആൽബത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച ന്യൂ ആർട്ടിസ്റ്റായിട്ട് ഒലിവിയ ഡിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മികച്ച റാപ്പ് ആൽബമായിട്ട് GNX ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ഡാൻസ് പോപ്പ് റെക്കോർഡിംഗ് ആയിട്ട് ലേഡി ഗാഗയുടെ ആബ്രാക്ക ഡാബ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോപ്പ് റെക്കോർഡിംഗ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മികച്ച ഡാൻസ് പോപ്പ് റെക്കോർഡിംഗ് ആയിട്ട് ലേഡി ഗാഗേനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച റാപ്പ് പെർഫോമൻസ് ആയിട്ട് ചെയിൻസ് ആൻഡ് വിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പെർഫോമൻസ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച കൺട്രി സോളോ പെർഫോമൻസ് ആണെങ്കിലോ ക്രിസ് സ്റ്റാപ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച റാപ്പ് ഗാനമാണെങ്കിൽ കെൻഡ്രിക് ലാമർ, ലെഫ്റ്റി ഗൺപ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളവർക്കാണ് മികച്ച റാപ്പ് ഗാനത്തിന് ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച പോപ്പ് ഡ്യൂവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പെർഫോമൻസിന് സിന്ധിയ എറിവോ ആൻഡ് അരിയാന ഗ്രാൻഡെ, അവരെ രണ്ടുപേരും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പെർഫോമൻസിനാണ് ഇതിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച R&B ആൽബമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിയോൺ തോമസിൻ്റെ മട്ടാണ് കേട്ടോ. മികച്ച R&B ആൽബമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിയോൺ തോമസിനെയാണ്. അദ്ദേഹത്തിൻ്റെ മട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽബമാണ് മികച്ച R&B ആൽബമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മികച്ച റോക്ക് ആൽബമായിട്ട് ടോൺ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള നെവർ ഇനഫ്, ടോൺ സ്റ്റൈലിൻ്റെ നെവർ ഇനഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ കൂടെ ഈ രണ്ട് പേര് ദലൈലാമയുടെയും സ്റ്റീവൻ സ്പിൽബർഗിൻ്റെയും പേര് പഠിച്ചിരിക്കുക. ഇനി നോക്കൂ, ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്ന് ലിറ്റ്സിയ മീശപ്പുലി മലയാന, ലിറ്റ്സിയ ഇടുക്കിയാന എന്നീ 2 സ്പീഷീസ് സസ്യങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഗവേഷകർ കേട്ടോ. പുതിയതാണ്. ലിറ്റ്സിയ മീശപ്പുലി മലയാന, ലിറ്റ്സിയ ഇടുക്കിയാന എന്നീ 2 പുതിയ സ്പീഷീസുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നാണ് കേട്ടോ. ഇനി നോക്കൂ, C2026 എന്ന പുതിയൊരു വാൽനക്ഷത്രം A1 എന്നുണ്ട് കേട്ടോ. C2026 A1 എന്നൊരു പുതിയ വാൽനക്ഷത്രം ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2026 കണ്ടെത്തിയ ഒരു വാൽനക്ഷത്രം ഏതാണ്? C2026 A1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാൽനക്ഷത്രമാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പാട്ന പക്ഷി സങ്കേതവും ഹരിദണ്ഡുമാണ് കേട്ടോ. ഉത്തർപ്രദേശിലുള്ള പാട്ന പക്ഷി സങ്കേതവും ഗുജറാത്തിലുള്ള ഹരിദണ്ഡുമാണ് നമ്മുടെ 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ സൈറ്റിലേക്ക് ഉൾപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ്സ് അറ്റ്ലസ് തയ്യാറാക്കിയ 2ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അപ്പോൾ 1ാമത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ഒരു ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയിട്ടുള്ള 1ാമത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇപ്പോൾ 2ാമത്തെ സംസ്ഥാനം ഇറക്കിയിരിക്കുകയാണ് ബേർഡ്സ് മാപ്പ്. അതേതാണ്? ഗോവയാണ് കേട്ടോ. ഗോവയാണ് ബേർഡ്സ് അറ്റ്ലസ് തയ്യാറാക്കിയിരിക്കുന്നത്. AI ഏജൻറ്റുമാരുടെ സാമൂഹിക മാധ്യമത്തിൻ്റെ പേരെന്താണ്? മോൾട്ട് ബുക്ക് എന്നുള്ളതാണ് കേട്ടോ. AI ഏജൻറ്റുമാരുടെ സാമൂഹിക മാധ്യമത്തിൻ്റെ പേരെന്താണ്? മോൾട്ട് ബുക്ക് എന്നുള്ളതാണ്. അർബുദ ചികിത്സയ്ക്ക് പ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചത് IIT ബോംബെ ആണ് കേട്ടോ. അപ്പോൾ ബോംബെ IIT ബോംബെ എന്ത് പ്രതിരോധ കോശങ്ങളാണ് വികസിപ്പിച്ചിരിക്കുന്നത്? അർബുദ ചികിത്സയ്ക്കുള്ള പ്രതിരോധ കോശങ്ങളാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഇനി മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താൻ ന്യൂട്രി എന്ന ഉപകരണം വികസിപ്പിച്ച് ഗവേഷകർ. അപ്പോൾ മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ന്യൂട്രി കേട്ടോ.
2024 കേരള ശാസ്ത്ര പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിക്കപ്പെടുന്ന DRDO ശാസ്ത്രജ്ഞ ടെസി തോമസിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നുകൂടെ വിശേഷിപ്പിക്കപ്പെടുന്ന ടെസി തോമസിനാണ് ലഭിച്ചിട്ടുള്ളത്. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസ് 2026 അർഹനായ ഇന്ത്യൻ വംശജനാരാണ്? വീരഭദ്രൻ രാമനാഥനാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്രാഫോർഡ് പ്രൈസ് ആണ് കേട്ടോ. ക്രാഫോർഡ് പ്രൈസ് അത് 2026 ലഭിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് വീരഭദ്രൻ രാമനാഥൻ കേട്ടോ. വീരഭദ്രൻ രാമനാഥൻ. കലാശ്രേഷ്ഠ പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്കാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം മലയൻകീഴ് ഗോപാലകൃഷ്ണന് ലഭിച്ചു. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന വയലാർ സാഹിത്യ പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന് ലഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോൾ വയലാർ സാഹിത്യ പുരസ്കാരം ആക്കാൻ ലഭിച്ചിരിക്കുന്നത് കവി ഏഴാച്ചേരി രാമചന്ദ്രനാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം വിഖ്യാത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അവാർഡുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം വിഖ്യാത എഴുത്തുകാരി ആർക്ക് കിട്ടി? അരുന്ധതി റോയിക്കാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനാണ് നമ്മുടെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ച് സ്പോർട്സ് അവാർഡുകളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ. ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? സർവീസസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അസമിലെ ദിബ്രുഗഡിൽ നടന്ന ഫൈനലിൽ കേരളത്തെ 1-0 പരാജയപ്പെടുത്തിയാണ് സർവീസസ് ജേതാക്കളായത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ആര് ലഭിച്ചു? കാർലോസ് അൽക്കാരസ് കേട്ടോ. സ്പാനിഷ് താരമാണ് കാർലോസ് അൽക്കാരസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ആണ് കാർലോസ് അൽക്കാരസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ആണെങ്കിലോ കസാക്ക് താരം എലേന റൈബാക്കിനൊക്കെയാണ് കേട്ടോ. കസാക്ക് താരം എലേന റൈബാക്കിനൊക്കെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ എഴുതി വെച്ചോട്ടോ ഇത് രണ്ടും. ഇനി അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യക്കാണ് കിരീടം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ നമ്മളിതിൻ്റെ വേദിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ആർക്കാണ് കിരീടം? ഇന്ത്യക്കാണ് കിരീടം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ചാമ്പ്യന്മാരായി. 2026 കോമൺവെൽത്ത് ഗെയിംസ് ജൂലൈയിൽ സ്കോട്ട്ലാൻഡിലാണ് നടക്കുന്നത്. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? സ്കോട്ട്ലാൻഡാണ്. ഓർത്ത് വെച്ചേക്കുക. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? സ്കോട്ട്ലാൻഡ്. ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരമായി നൊവാക്ക് ജോക്കോവിച്ച്. ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരമായിട്ട് ആര് മാറിയിട്ടുണ്ട്? നൊവാക്ക് ജോക്കോവിച്ച് മാറിയിട്ടുണ്ട്. തായ്ലാൻഡ് മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗിന് കിരീടം. അപ്പോൾ തായ്ലാൻഡിൽ വെച്ച് നടന്നിട്ടുള്ള മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗാണ് കിരീടം ചൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്പോർട്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക കേട്ടോ. അണ്ടർ-19 പിന്നെ നമ്മുടെ 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? സ്കോട്ട്ലാൻഡാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയിരിക്കണേ. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മളുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം ഏതാണ്? സവിശേഷയാണ് കേട്ടോ. സവിശേഷയാണ് നമ്മുടെ കേരളത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് പറയുന്നത് സവിശേഷ കേട്ടോ. സവിശേഷ. മണിപ്പൂരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വൈ ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രിമാരായി നൈംച കിബ്ജനും എൽ ദിക്കോയിയും അധികാരമേറ്റു. അപ്പോൾ മണിപ്പൂരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? വൈ ഖേംചന്ദ് സിംഗ് ആണ് കേട്ടോ. വൈ ഖേംചന്ദ് സിംഗാണ് മണിപ്പൂരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം എവിടെ വെച്ച് നടന്നു? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. ആൻ്റോണിയോ ഹോസെ സെഗൂറോ പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റ് ആകും. അപ്പോൾ പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റിൻ്റെ പേരെന്താണ്? ആൻ്റോണിയോ ഹോസെ സെഗൂറോ. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും
പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്നേഹം ഇമ്പോർട്ടൻ്റ് ആണ് പദ്ധതിയാണ് നമ്മുടെ പദ്ധതികളെല്ലാം പുതിയ പദ്ധതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത് പുതിയ പദ്ധതികളൊക്കെ തന്നെയാണ് കേട്ടോ. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹം എന്നുള്ളതാണ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരം ആരോഗ്യം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ടിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. അപ്പോൾ നമ്മൾ 2 പദ്ധതിയാണ് പഠിച്ചത്. സ്നേഹം പഠിച്ചു, അക്ഷരം ആരോഗ്യം. കരസേന മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ നരവനെയുടെ പുതിയ പുസ്തകം ഏതാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ളതാണ്. അപ്പോൾ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? നമ്മളുടെ മുൻ കരസേന മേധാവിയായിട്ടുള്ള ജനറൽ മനോജ് മുകുന്ദ നരവനെയുടെ ബുക്കാണ് കേട്ടോ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. സമർത്ത്. എന്താണ് സമർത്ത്? പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് നംദാരി കേട്ടോ. സമർത്ത് വഴി കേട്ടോ. സമർത്ത് എന്ന് പറയുന്നത് ഒരു പോർട്ടലാണ്. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ്? ദംതാരിയാണ് കേട്ടോ. ദംതാരി ഛത്തീസ്ഗഡിലെ ദംതാരിയാണ് സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി ആദ്യത്തെ കെട്ടിട നികുതി ശേഖരിച്ചിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ കേട്ടോ പറയുന്നത്, ജില്ലയാണ് പറയുന്നത്. ഇനി 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ബാസില്ലസ് സബ്റ്റിലസ് അതിനെയാണ് നമ്മുടെ ഒരു ബാക്ടീരിയയാണ് നമ്മൾ കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായിട്ട് 2026 ജനുവരി 23 സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പം നമ്മളുടെ ഔദ്യോഗിക സൂക്ഷ്മാണുവിൻ്റെ പേരെന്താണ്? ബാസില്ലസ് സബ്റ്റിലിസ് എന്നാണ് കേട്ടോ. ബാസില്ലസ് സബ്റ്റിലിസ് എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവിൻ്റെ പേര്. എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്? 2026 ജനുവരി 23 കേട്ടോ. 2026 ജനുവരി 23 ഓർത്തിരിക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ പേരെന്താണ്? ഭാരത് ടാക്സി എന്നുള്ളതാണ് കേട്ടോ. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ പേരേതാണ്? ഭാരത് ടാക്സി. രാജ്യത്ത് ആദ്യമായി പൊതു ബജറ്റിൻ്റെ കൂടെ ഒരു വയോജന ബജറ്റ് കൂടി പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതായിരിക്കും? കേരളമായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്ത് ആദ്യമായി പൊതു ബജറ്റിൻ്റെ കൂടെ ഒരു വയോജന ബജറ്റ് കൂടി പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം കേരളമാണ്. സമഗ്ര നഗരനയം രൂപവൽക്കരിക്കുന്ന ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം. സമഗ്ര നഗരനയം രൂപവൽക്കരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ചേവായൂരിലാണ് നിലവിൽ വരുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി ഏതാണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതെവിടെ വരുന്നു? കോഴിക്കോട് ചേവായൂരിലാണ് നിലവിൽ വരുന്നത്. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലമാണ് കേട്ടോ. അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലമാണ് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലമാണ് കേട്ടോ. DRDO വികസിപ്പിച്ച ആണവായുധവാഹക ശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി 3 പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. DRDO വികസിപ്പിച്ച ആണവായുധവാഹക ശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി 3 എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പരിഷ്കരിച്ചൊരു പതിപ്പ് വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഇനി വിയോഗങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചിട്ടുണ്ട്. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. സഞ്ചാര സാഹിത്യകാരൻ ഹ്യൂഗൻസർ അന്തരിച്ചു. വിഖ്യാത മെക്സിക്കൻ നടൻ ഹൊറാർഡോ ടെറസനെ അന്തരിച്ചു. മാവേലിക്കര മുൻ MLA M മുരളി അന്തരിച്ചു. പ്രമുഖ കഥകളി കൂടിയാട്ടം
കലാകാരൻ കലാമണ്ഡലം രാമമോഹൻ അന്തരിച്ചു. കലാമണ്ഡലം രാമമോഹൻ ഇതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളി കൂടിയാട്ടം കലാകാരനാണ് കേട്ടോ. പ്രശസ്ത നേപ്പാളി നടൻ സുനിൽ ഥാപ്പ അന്തരിച്ചു. സുനിൽ ഥാപ്പ നേപ്പാളി നടനാണ്, അദ്ദേഹവും അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ വിയോഗങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു ഇമോജിയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇനി നമുക്ക് മാർച്ചും ഏപ്രിലുമാണ് നമുക്ക് തീർക്കാനുള്ളത്. ഇത് രണ്ടും വരും ദിവസങ്ങളിൽ ഞാൻ തീർത്ത് തരാം കേട്ടോ. ബാക്കി ക്ലാസ്സസൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വഴിയെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. നല്ല നല്ല എക്സാമുകളാണ് വരാൻ പോകുന്നത്. LDCക്ക് 2027 LDCക്ക് നമുക്ക് നോക്കാം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 2027 LDCക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ വരുന്ന VFA LGS ഇഷ്ടം പോലെ എക്സാമാണ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ഇട്ടിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.